From the beginning of the creation, God made them male and female. For this reason, a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. So then they are no longer two, but one flesh. Therefore, what God has joined together, let not man separate. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നത് അഡ്വക്കേറ്റ് വിൻസെന്റ് ആണ്. ലൈംഗിക ധാർമ്മികതയെക്കുറിച്ചാണ് സാറ് ക്ലാസ് നൽകുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് സംതൃപ്തമായ ദാമ്പത്യ ജീവിതമാണ്. ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, വിവാഹം സ്നേഹിക്കുവാനുള്ള വിളിയാണ്. ആ സ്നേഹത്തിൽ സ്വയം ദാനമുണ്ട്, സമർപ്പണമുണ്ട്. വചനം പറയുന്നു, പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് സ്ത്രീയോട് ചേരും, അവർ ഏക ശരീരമായി തീരുമെന്നാണ്. ഞാൻ സാധാരണ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഭാര്യയും ഭർത്താവും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നാകുന്നത് എപ്പോൾ, എവിടെ വെച്ച്? ചിലർ പറയും ദേവാലയത്തിൽ വെച്ച്. കേരളത്തിലല്ല, ലോകത്തൊരിടത്തും ആ സംവിധാനമില്ല. ഭാര്യയും ഭർത്താവും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നാകുന്നത് കിടപ്പറയിൽ വെച്ചാണ്. വിവാഹം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് കിടപ്പറയിലാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കുടുംബ കോടതിയിൽ വന്ന ഒരു കേസാണ്. വിവാഹമോചനം തേടി ഭാര്യ കുടുംബ കോടതിയിൽ എത്തുന്നു. 1.5 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട്. ഭാര്യ പറയുന്ന കാരണം ഇതാണ്, വിവാഹം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. The marriage has not been consummated. എന്താ പ്രശ്നം? ഭർത്താവിന് താല്പര്യം പോർണോഗ്രാഫിയിൽ, നീലചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ ഭാര്യ പറയുന്നു, വിവാഹമോചനം ആവശ്യപ്പെടുന്നു. മറ്റൊരു കേസിൽ വിവാഹമോചനവുമായി വന്നത് ഭർത്താവാണ്. ഭർത്താവ് പറയുന്നു, ഭാര്യയ്ക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, വിവാഹേതര ബന്ധങ്ങൾ. സ്നേഹമുള്ളവരെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ലൈംഗികത. ഏറെ സങ്കീർണമായ വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ, അതായത് ഏറെ സങ്കീർണമായൊരു വിഷയമാണ്. ഈ വിഷയത്തെ നാം എങ്ങനെ സമീപിക്കണം? നമുക്കറിയാം, ഇന്ന് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന ഒരു വാക്കെന്ന് പറയുന്നത് സെക്സാണ്. സെക്സിനെ കുറിച്ച് ഇന്നത്തെ ജനറേഷൻ സംബന്ധിച്ചിടത്തോളം വികലമായ ധാരണകളുണ്ട്. റോളോമി എന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നത്, കഴിഞ്ഞ തലമുറ അത്തിവൃക്ഷത്തിൻ്റെ വലിയ ഇലകൾ പറിച്ചെടുത്ത് അവിടെ ലൈംഗിക അവയവങ്ങൾ മൂടി വെച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ലൈംഗിക അവയവങ്ങളില്ല, ഞങ്ങൾക്കാകെയുള്ളത് ഞങ്ങളുടെ ബുദ്ധിയും അതായത് അറിവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, 21st സെഞ്ച്വറിയിലെ തലമുറ അത്തിവൃക്ഷത്തിൻ്റെ വലിയ ഇലകൾ പറിച്ചെടുത്ത് അവിടെ കണ്ണും മൂക്കും ചെവിയും എല്ലാം മൂടി വെച്ചിരിക്കുക ലൈംഗിക അതിപ്രസരമാണ്. 21st സെഞ്ച്വറിയിൽ കാണുന്നത് ലൈംഗികതയുടെ അതിപ്രസരം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും വളർന്നു എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഗൂഗിൾ തലമുറയെ സംബന്ധിച്ചിടത്തോളം അറിവ് കൂടുതലാണോ കുറവാണോ? ഞാൻ സ്നേഹമുള്ളവരെ പഠിച്ചത് ഹൈസ്കൂളിലും UP സ്കൂളിലൊക്കെ പഠിച്ചത് കോൺവെൻറ്റ് സ്കൂളിലാണ്. അന്നത്തെ കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പ്, അന്നത്തെ കാലത്ത് ഈ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് ആദ്യം നുള്ളിപ്പറിക്കും, പിന്നെ പിച്ചും, പിന്നെ ബെഞ്ചൊക്കെ നിർത്തും. അന്നത്തെ കാലത്ത് ഏറ്റവും ക്രൂരമായ പൈശാചികമായ ശിക്ഷാരീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആൺകുട്ടി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ പെൺപിള്ളയുടെ ഇടയ്ക്ക് കൊണ്ടുവരുത്തും, പെൺകുട്ടിയാണെങ്കിലോ ആൺപിള്ളയുടെ ഇടയ്ക്ക്.
അന്നത്തെ കാലത്ത് ഒരു ആൺകുട്ടി പെൺകുട്ടികളുടെ ഇടയ്ക്കെങ്ങാനും പോയിരുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലേക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. ഇന്നത്തെ പിള്ളേർക്കാണെങ്കിലും ഉണ്ടായ സംഭവം എറണാകുളത്ത് സ്കൂളിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് എന്തോ ഗുരുത്തക്കേട് കാണിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ചെറുക്ക നിനക്ക് വലിയ ശിക്ഷയുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താ സിസ്റ്റർ? ഇനി നീ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്നെ നാളെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ അവിടെ ആ ഗേൾസ് മാത്രമുള്ള ക്ലാസ്സിൽ കൊണ്ടുപോയി ഒറ്റയ്ക്ക് കൊണ്ടിരുത്തുമെന്ന് പറഞ്ഞു. ഇവൻ ഉടനെ പറഞ്ഞു, ചുമ്മാ കൊതിപ്പിക്കല്ലേ ടീച്ചറെ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികതയെക്കുറിച്ചുള്ള വികലമായ ധാരണകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ ഉത്തമ ഗീതത്തിൽ പറയുന്നുണ്ട്, പ്രായമാകുന്നതിന് മുമ്പ് പ്രണയത്തെ ഉണർത്തരുത്. സ്നേഹമുള്ളവരെ, ലൈംഗികത എന്ന വിഷയത്തെ നാം സമീപിക്കേണ്ടത് പഞ്ചേന്ദ്രിയങ്ങളുടെ തലത്തിലല്ല. ഈ വിഷയത്തെ സമീപിക്കേണ്ടത് ബൗദ്ധികമായ തലത്തിലല്ല. ഈ വിഷയത്തെ നാം സമീപിക്കേണ്ടത് തികച്ചും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഗ്രീക്ക് പുരാണത്തിൽ ആദ്യ മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? 2 തല, 1 ഉടല്, 4 കാലുകൾ, 4 കൈ. അതായത് സ്ത്രീ പുരുഷ സങ്കര ജീവിയായിരുന്നു. അതിങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഥ എങ്ങനെയാണ്? സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ സേവൂസ് എന്ന ദേവൻ അസൂയുണ്ടായി. ആ ദേവൻ ഇടിമിന്നൽ അയച്ചുകൊണ്ട് ഈ സ്ത്രീ പുരുഷ സങ്കരജീവിയെ സ്ത്രീയും പുരുഷനുമായി വിഭജിച്ചു എന്നാണ്. അതായത് നാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 27-ാം വാക്യം പറയുന്നു, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അപ്പൊ ഈ സെക്സ് എന്ന വാക്ക് വരുന്നത് ഗ്രീക്ക് പദമായ സെക്കാറേ. അതിൻ്റെ അർത്ഥം എന്താ? മുറിച്ച് മാറ്റപ്പെട്ടത്. അപ്പൊ ഈ മുറിച്ച് മാറ്റപ്പെട്ടതായതുകൊണ്ട് വീണ്ടും ഒരുമിച്ച് വരുവാനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പം നമ്മൾ സാധാരണ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ അപേക്ഷ കൊടുക്കാറുണ്ടല്ലേ? ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നെയിം രാജേഷ്, ഏജ് 26, നാഷണാലിറ്റി ഇന്ത്യൻ, സെക്സ് എന്ന കൊടുത്ത് എന്ത് എഴുതും? ഒക്കേഷണലി എന്നാണോ? അല്ല, ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. അപ്പോൾ സ്ത്രീ ആയിരിക്കുക പുരുഷനായിരിക്കുക ഈ അവസ്ഥ. ഞാൻ പറഞ്ഞു, ഈ വിഷയത്തെ സമീപിക്കേണ്ടത് പഞ്ചേന്ദ്രിയങ്ങളുടെ തലത്തിലല്ല. ഞാൻ യുവാക്കളുടെ സെമിനാറിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ നടന്നു പോകുന്നു, സഹോദരിമാർ യുവതികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ സഹോദരിമാരെ നിങ്ങൾ നടന്നു പോകുന്നു, നിങ്ങൾക്ക് എതിർവശത്തു നിന്നും നിങ്ങളുടെ സങ്കല്പത്തിൽ യുവാവ് നടന്നു വരുന്നു. ആ യുവാവിനെ നോക്കാൻ തോന്നുന്നവർ കൈപൊക്കാൻ പറയുമ്പോൾ അവിടെ ഉള്ളവർ ഒരു 10-30% പേര് കൈപൊക്കും, 70% കൈപൊക്കാറില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നലില്ലേ? അപ്പം ഈ തോന്നലുകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. തോന്നലുകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ തോന്നലുകൾ അനുസരിച്ച് പെരുമാറുന്നത് ആരുടെ സ്വഭാവമാണ്? അത് മനുഷ്യൻ്റെ സ്വഭാവമല്ല, അത് മൃഗത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ ലൈംഗികതയെ സമീപിക്കേണ്ടത് പഞ്ചേന്ദ്രിയങ്ങളുടെ തലത്തിലല്ല. ഇനി അത് യുക്തിസഹമായിട്ടാണോ? അല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചാനലിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന ഒരു പെൺകുട്ടി പറയുകയാണ്, എറണാകുളത്തെ കൊച്ചി നഗരത്തിൽ പറയുകയാണ്, വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നു. നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ റിലാക്സേഷന് വേണ്ടി നമ്മൾ സംഗീതം കേൾക്കുന്നു. അതുപോലെ ശാരീരിക ഏർജാണ്, സെക്ഷൽ ഏർജ്. അതിന് വിവാഹം വരെയൊക്കെ വെയിറ്റ് ചെയ്യണമോ എന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു തലമുറ. സ്നേഹമുള്ളവരെ, ഈ വിഷയത്തെ നാം സമീപിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, സൃഷ്ടികർമ്മത്തെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ മനോഹരമായിരിക്കുന്നു. കാര്യം എന്താ? അവിടെ നമ്മൾ കാണുന്നു, ദൈവം ഒരു ശില്പിയുടെ രൂപത്തിൽ വരുന്നു. ഉണ്ടാകട്ടെ എന്ന് പറയുന്നു, ഉണ്ടാകുന്നു. നമ്മൾ കാണുന്നത് ക്രമരഹിതമായ ഒരു സംവിധാനത്തിൽ ഒരു ക്രമമുണ്ടാകുന്നു.
സൃഷ്ടി, ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു, അവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നു. കരയും കടലുമായി സൃഷ്ടിക്കുന്നു, അവിടെയൊക്കെ ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ വന്ന് ആ സൃഷ്ടിയിൽ ഏറ്റവും അവസാനമായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം എന്താ പറഞ്ഞത്? അവനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു, വേർതിരിച്ചുകൊണ്ടല്ല പറയുന്നത്, ഒന്നിച്ചു വരാനാവാ. തമ്പുരാൻ എന്താ പറഞ്ഞത്? അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എല്ലാ വസ്തുക്കളെ സൃഷ്ടിച്ച ശേഷം ദൈവം അവിടെ സെപ്പറേഷൻ വന്നെങ്കിൽ, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചിട്ട് കർത്താവ് പറഞ്ഞു അവർ ഒന്നിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ലൈംഗിക ലക്ഷ്യം എന്ന് പറയുന്ന 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, സ്നേഹം പകരുക. 2, ജീവൻ പകരുക. ഈ 2 ലക്ഷ്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് വേറൊരു സാഹചര്യത്തിൽ നിങ്ങളെ കൊണ്ടുപോവുക. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേന ഒരു വസ്തുവാണ്. ഈ പേനയെ ചുറ്റിപ്പറ്റി 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്ന് ആരാ? 1 ഇതിൻ്റെ നിർമ്മാതാവ്, 2 ഇതിൻ്റെ വിൽപ്പനക്കാരൻ, 3 ഇത് ഉപയോഗിക്കുന്നയാൾ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഏത് വസ്തുവിനും സ്വാഭാവിക ലക്ഷ്യമുണ്ട്, സാന്ദർഭിക ലക്ഷ്യമുണ്ട്. ഞാൻ ഈ പേന ഉപയോഗിച്ച് എഴുതുന്നു, അതൊരു സ്വാഭാവിക ലക്ഷ്യമാണ്. രണ്ടാമത്, ഞാൻ ഈ പേന ഉപയോഗിച്ച് നിങ്ങൾക്ക് കുത്തു തരുന്നു. ഈ പേന ഡിസൈൻ ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? എഴുതാൻ വേണ്ടിയിട്ടാ, കുത്താൻ വേണ്ടിയിട്ടല്ല. അതുപോലെ ഏത് വസ്തുവിനും സ്വാഭാവിക ലക്ഷ്യം. അപ്പോൾ എഴുതുക എന്ന ലക്ഷ്യം തീരുമാനിച്ചിരിക്കുന്നത് ആരാ? ഒന്ന് പറഞ്ഞു നോക്കിയേ. അത് നിർമ്മാതാവാണോ, വിൽപ്പനക്കാരനാണോ, അത് ഉപയോഗിക്കുന്നയാളാണോ? എഴുതുക എന്ന ലക്ഷ്യം തീരുമാനിച്ചിരിക്കുന്നത് അത് നിർമ്മാതാവാണ്. ഏത് വസ്തുവിൻ്റെയും സ്വാഭാവിക ലക്ഷ്യം ഇന്നതായിരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് നിർമ്മാതാവാണെങ്കിൽ, സ്നേഹമുള്ളവരെ, നമ്മെ സൃഷ്ടിച്ചത് ദൈവം. നാം വിശ്വസിക്കുന്നു നമ്മെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. Man has been created in the image and likeness of God. ദൈവത്തിൻ്റെ ഛായ എന്താ? What is God? ദൈവം, യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ ഛായ എന്ന് പറയുന്നത് ഗോഡ് ഈസ് ലവ്. അങ്ങനെയാണെങ്കിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ലൈംഗികതയെ നാം സ്നേഹവുമായിട്ട് ബന്ധപ്പെടുത്തണം. നോക്കുക, ഒരു ആൺകുട്ടി അല്ലോ യുവാവ് യുവതിയെ കാണും, എന്താ പറയുക? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നാ പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ലൈംഗികതയ്ക്ക് 2 ലക്ഷ്യങ്ങളാണ്. അതായത് 1, സ്നേഹം പകരുക, 2, ജീവൻ പകരുക. അങ്ങനെ വരുമ്പോൾ ജീവൻ പകരാനും സ്നേഹം ചൊരിയാനും സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനുമായി ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന കഴിവുകളുടെ ആകെ തുകയാണ് ലൈംഗികത. ഇതാണ് ലൈംഗികത ലക്ഷ്യം. ലൈംഗികതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇതായിരിക്കണം. ഇനി ഇവിടെ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നവരാണ്. ഈ ഭാരതീയ ദർശനത്തിൽ 4 ആശ്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസ ജീവിതം. എന്താ ഈ ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രഹ്മത്തിൽ ചരിക്കുക, അറിവ് നേടുന്ന കാലഘട്ടം. നിങ്ങൾക്കറിയാം, ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അറിവിൻ്റെ ആരംഭം ദൈവഭയമാണ്. ആത്യന്തികമായ അറിവ് ദൈവത്തിലാണ്. എന്താ ഗൃഹസ്ഥാശ്രമം? ഗൃഹസ്ഥാശ്രമം, ഭാര്യയുണ്ട്, മക്കളെ ജനിപ്പിക്കുന്നു, മക്കളെ വളർത്തുന്നു. എന്നാ വാനപ്രസ്ഥം? ഡിറ്റാച്ച്മെന്റ്. അപ്പം നിങ്ങളുടെ വിവാഹത്തിന് ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. അവരതിൽ നിന്നും പതുക്കെ വേറെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ പതുക്കെ ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകുന്നു. അതാണ് വാനപ്രസ്ഥം. എന്താ സന്യാസ ജീവിതം? ആശ്രമത്തിൽ പോകാനല്ല, കിടന്ന കിടപ്പ, സൃഷ്ടിച്ച ദൈവത്തിലേക്കുള്ള തിരിച്ചുപോക്ക്.
സ്നേഹമുള്ളവരെ, 4 ആശ്രമങ്ങളാണ്: ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസ ജീവിതം. നിങ്ങൾ ഏത് ആശ്രമത്തിലാണ്? ബ്രഹ്മചര്യത്തിൽ. അപ്പൊ എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട്, ആധുനിക തലമുറ ബ്രഹ്മചര്യത്തിലായിരിക്കുമ്പോഴും ഗൃഹസ്ഥാശ്രമത്തിന്റെ അനുഭവങ്ങൾ തേടി പോകുന്ന തലമുറയാണോ? ചോദ്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ആധുനിക തലമുറ വിവാഹത്തിന് മുമ്പ് അരുതാത്ത അനുഭവങ്ങൾ തേടി പോകുന്ന തലമുറയാണോ? ഞാൻ നിങ്ങൾ കുറ്റബോധം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാം പച്ചയായ മനുഷ്യരാണ്. തെറ്റ് സംഭവിക്കുക, ടു എറർ ഈസ് ഹ്യൂമൻ. തെറ്റ് സംഭവിക്കുക സ്വാഭാവികമാണ്, മാനുഷികമാണ്. സ്വാഭാവികമായിട്ടും അരുതാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയുക. കുറ്റബോധം വേണ്ട. വിവാഹത്തിന് മുമ്പ് ഒരു കുമ്പസാരം നടത്തുക. ആ ചുമട് കുമ്പസാരക്കുള്ളിൽ ഇറക്കി വെക്കുക. അരുതാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയുക. മറന്നു കളഞ്ഞിട്ട് മാത്രം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഞാനിത് പറയാൻ കാരണം, ഞാൻ കുടുംബ കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നൊരു വക്കീലാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു കുടുംബ കോടതിയിൽ സംഭവിച്ചൊരു കാര്യം പറയാം. 2 സെലിബ്രിറ്റീസുകളാണ്, വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. വിവാഹമോചനമാണ്. അപ്പോൾ ആ വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു, ഇതാണ്. ഒരാൾ, ഭർത്താവായ ഭാര്യ, ഞാൻ ആരാന്ന് പറയുന്നില്ല, ആദ്യ രാത്രി മുതൽ ഞങ്ങളുടെ കിടപ്പറയിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മാത്രമല്ല കിടന്നുറങ്ങിയിരുന്നത്, മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്ത് പറയുകയാണ്? ആ പ്രസൻസ് ഓഫ് ദ തേർഡ് പേഴ്സൺ ഹാസ് ലെഡ് ടു ഡിവോഴ്സ്. ആ മൂന്നാമത്തെ വ്യക്തിയുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ വിവാഹമോചനത്തിലേക്ക് വഴിതെളിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കുക, വിവാഹത്തിന് മുമ്പ്, ഞാൻ വീണ്ടും പറയുകയാണ്, അരുതാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങളെ മറന്നു കളയുക. മറന്നു കളഞ്ഞിട്ട് മാത്രം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ഇനി മറ്റൊരു കാര്യം, ഈ ലൈംഗികതയും ഞാൻ പറഞ്ഞു, ലക്ഷ്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. ആ ലക്ഷ്യം തീരുമാനിച്ചിട്ട് നമ്മളല്ല, ദൈവത്തിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇതിൽ നിന്ന് ചില ലൈംഗിക വ്യതിചലനങ്ങൾ, വൈകൃതങ്ങൾ ഉണ്ടാകാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ പോകുന്നില്ല. സാധാരണ സംഭവിക്കുന്ന ഒന്ന് സ്വയംഭോഗം, സ്വർഗ സംഭോഗം, സാഡിസം, മസോക്കിസം, ട്രാൻസ്ഫർ. ഇതൊന്നും ഞാൻ 1-2 മാത്രം പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, സ്വയംഭോഗം. അത് ധാർമ്മികമായിട്ടും തെറ്റാണ്. ഇപ്പോൾ ചിലർ പറയും വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇത് സംഭവിക്കുന്നു. ഐദർ ഒരു കാര്യം റൈറ്റാണ്, തെറ്റാണ്, ശരിയാണോ നോക്കുന്നത് ഭൂരിപക്ഷം നോക്കിയല്ല. ദ റൈറ്റ് ഓർ റോങ് ഈസ് നോട്ട് ഡിസൈഡഡ് ബൈ മജോറിറ്റി. ശ്രദ്ധിക്കുക, ഇത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്. കാരണം സ്വയംഭോഗം സൃഷ്ടിക്കുന്ന മാനസിക പ്രശ്നങ്ങളുണ്ടാകും, അത് ദാമ്പത്യ പ്രശ്നം കൊണ്ടാകും. അപ്പോൾ സ്വയംഭോഗം ധാർമ്മികമായിട്ടും ശരിയല്ല. ഞാൻ പറയുന്നു, ധാർമ്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നന്മ തിന്മകളുടെ ശാസ്ത്രമാണ്. അതുകൊണ്ട് സ്വയംഭോഗം അധാർമികമാണ്. പിന്നെ വരുന്ന ഹോമോസെക്ഷുവാലിറ്റി, അതും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ ഈ വൈകൃതങ്ങളെല്ലാം ലൈംഗികതയുടെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ലൈംഗികതയുടെ ധാർമ്മിക വശങ്ങളാണ്. ഇനി ഇതുകൊണ്ട് മാത്രം പോരാ, അതിൻ്റെ മനഃശാസ്ത്രപരമായ വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിൽ മനഃശാസ്ത്രപരമായിട്ട് ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഏറെ കാര്യങ്ങൾ, വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം ആവശ്യമാണ്. അതായത് എന്നെ ശ്രവിക്കുന്ന സഹോദരിമാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് 2 വഴിയുണ്ട്. ഏതൊക്കെയാ? 1 ഈസ് ത്രൂ സ്റ്റൊമക്ക്, അതർ 1 ഈസ് ത്രൂ സെക്സ്. ഇനി നമ്മൾ സാധാരണ പറയാറുണ്ട്, കിടപ്പറ ശരിയായാൽ എല്ലാം ശരിയായി. ചിലപ്പോൾ എല്ലാം ശരിയായാലേ കിടപ്പറ ശരിയാകും. എൻ്റെ ചോദ്യം ഇതാണ്, ഈ കിടപ്പറ ശരിയായാൽ എല്ലാം ശരിയായി എന്നുള്ളത് ആരുടെ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു? ആരുടെയാ? അത് പുരുഷൻ്റെയാണ്. കാരണം സഹോദരിമാർ ശ്രദ്ധിക്കുക, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക വീഴ്ച എന്ന് പറയുന്നത് അത് ശാരീരിക ആവശ്യമാണ്.
മാൻ ലവ്സ് ഫോർ സെക്സ്. സ്ത്രീക്ക് അങ്ങനെയല്ല. പുരുഷന്മാർ മനസ്സിലാക്കുക, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് മനഃശാസ്ത്രപരമായ ആവശ്യമാണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ നീഡ്. അപ്പോൾ കിടപ്പറ ശരിയായാൽ എല്ലാം ശരിയായി എന്നുള്ളത് അത് ഭർത്താവിൻ്റെ ആവശ്യമാണെങ്കിൽ, എല്ലാം ശരിയായാലേ കിടപ്പറ ശരിയാകൂ, അത് സ്ത്രീയുടെ ആവശ്യമാണ്. ഇത് മനസ്സിലാക്കി വേണം പുരുഷൻ്റെ പെരുമാറ്റം, കിടപ്പറയുള്ള പുരുഷൻ്റെ പെരുമാറ്റം. ചില ഭർത്താക്കന്മാരുണ്ട്, പകൽ മുഴുവൻ പൂരപ്പാട്ട, നിൻ്റെ അപ്പൻ ഓക്കൻ, നിൻ്റെ ആങ്ങള ഊളൻ, നിൻ്റെ അമ്മയ്ക്ക് വട്ട്. രാത്രിയാകുമ്പോഴോ തേനെ പാലേ പാലേ തേനെ, കൂടെ കിടക്കാൻ വരാൻ എന്ന് പറഞ്ഞാൽ കൂടെ കിടക്കാൻ വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് സ്നേഹപ്രകടനങ്ങൾ വേണം. പ്രത്യേകിച്ച് ഈ ആദ്യ രാത്രിയെക്കുറിച്ച് ചില പുരുഷൻ്റെയും സ്ത്രീയുടെയൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, തോബീത്തിൻ്റെ പുസ്തകത്തിൽ, ബൈബിളിലെ തോബീത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസ് സാറ ആദ്യ രാത്രിയെക്കുറിച്ച് പറയുന്നുണ്ട്. തോബിയാസും സാറായും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് ജഡികമായ താല്പര്യത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. ചില പുരുഷന്മാരുടെ ധാരണ ആദ്യ രാത്രി എന്ന് പറയുന്നത് എൻ്റെ പുരുഷത്വം തെളിയിക്കേണ്ട അവസരം ഇതാ വന്നിരിക്കുന്നു. അതല്ല വേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ആ ആദ്യ രാത്രി എന്ന് പറയുന്ന സിനിമയിൽ കാണുന്നത് പോലുള്ള അനുഭവമല്ല. പുരുഷൻ്റെയും സ്ത്രീയുടെയും ആ മനഃശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ അറിയണമെന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം, ഈ ലൈംഗിക വികാരത്തെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ എന്ന് പറയുന്നത് കരയാണ്, സ്ത്രീ എന്താ? കടലാണ്. ഏത് ആദ്യം ചൂടാക്കുന്നത്? കരയാണോ കടലാണോ? കര ആദ്യം ചൂടാകുന്നു, ആദ്യം തണുക്കുന്നു. കടലോ വളരെ സാവധാനം ചൂടാക്കുന്നു, വളരെ സാവധാനം തണുക്കുന്നു. പുരുഷൻ കര, സ്ത്രീ കടൽ. ഞാൻ വേറൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷൻ ബൾബ, സ്വിച്ചിട്ട കത്തും. നീ പുരുഷൻ ബൾബാണെങ്കിൽ ലൈംഗിക വികാരത്തെ സംബന്ധിച്ച സ്ത്രീ ആരാ? അയൺ ബോക്സാ. സ്വിച്ച് ഇട്ട് അവിടുന്ന് ചൂടാവോ? ഇല്ല. ചൂടായാൽ പിന്നെ തണുക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിന് ഈ മനഃശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ പുരുഷനും സ്ത്രീയും മനസ്സിലാക്കണം. ഞാനിത് പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ദൈവം പറയുന്നു, എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ സന്തോഷിക്കുന്നു. 1, അയൽക്കാർ തമ്മിലുള്ള ബന്ധം. 2, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം. 3, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലയം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ലയം. ഈ ലയം സാധ്യമാകണമെങ്കിൽ ലൈംഗികതയുടെ ധാർമ്മിക വശം മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. സ്നേഹമുള്ളവരെ, വളരെ സങ്കീർണമായ വിഷയം. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, വളരെ സങ്കീർണമായ വിഷയം. ഈ വിഷയത്തെ നാം സമീപിക്കേണ്ടത് പഞ്ചേന്ദ്രിയങ്ങളുടെ തലത്തിലല്ല. ഈ വിഷയത്തെ സമീപിക്കേണ്ടത് ബൗദ്ധികമായ തലത്തിലല്ല, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നാം ഈ വിഷയത്തെ സമീപിക്കാൻ. കാരണം ലൈംഗികത ദൈവീകമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. മറ്റൊരു ജീവൻ സൃഷ്ടിക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നാം പങ്കാളികളാകുന്നു. ഇത് ഇതിൻ്റെ ധാർമ്മിക വശവും ഇതിൻ്റെ മനഃശാസ്ത്രപരമായ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സംതൃപ്തമായ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ ഉള്ള കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Therefore, what God has joined together, let not man separate.